സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ കാരണം കുഴപ്പത്തിലായത് ട്രംപ് മാത്രമല്ല, ലോകത്തെ തോൽവി എന്തെന്നറിയാത്ത ഇസ്രയേലിന്റെ അജയ്യർ എന്ന് അവകാശപ്പെടുന്ന രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് കൂടിയാണ്. മൊസാദ് ഇപ്പോൾ നാണക്കേടിന്റെ പടുകുഴിയിലാണ്. മറുഭാഗത്ത് സ്വന്തം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായി ട്രംപ് കലിപ്പിലായി എന്നാണ് പുതിയ വാർത്തകൾ. ആയുധങ്ങൾ തീർന്നുപോയത് അടക്കമുള്ള രഹസ്യ വിവരങ്ങൾ പെന്റഗണിൽ നിന്ന് ചോരുന്നതിൽ ട്രംപ് തീർത്തും അസ്വസ്ഥനാണ്. ഹോർമൂസ് ചർച്ചകളിൽ തനിക്ക് സ്ഥാനമില്ലാത്തതും ട്രംപിന്റെ പ്രശ്നമാണ്. ഇതിനിടെയാണ് ട്രംപിനെ കളിയാക്കി ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് രംഗത്തെത്തിയത്. വലിയ ആക്രമണം വരുന്നു, വേണ്ട, അത് വിട്ടേക്കൂ, അവർക്ക് ചർച്ച വേണം. ഇതാണ് ലൂപ്പിലുള്ള നാടക ഡിപ്ലോമസി. ഇങ്ങനെയാണ് ഗാലിബാഫ് എക്സിൽ കുറിച്ചത്. ഇപ്പോൾ ഇത് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ട്രംപ് പിന്മാറും. ഇത് ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് പോലെ ലൂപ്പാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ നാടകം നിർത്തിക്കൂടെ ചങ്ങായി എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗാലിബാഫ് ട്രംപിനോട് ചോദിച്ചിരിക്കുന്നത്. മൊസാദിൻ്റെ കാര്യമാണെങ്കിൽ ഇറാൻ ഓപ്പറേഷൻ വൻ പരാജയമായതിൻ്റെ തട്ടുകേട് തീർക്കാൻ അവിടെ പിരിച്ചുവിടൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പ്രധാനപ്പെട്ട 2 ഉന്നത ഉദ്യോഗസ്ഥരെ മൊസാദ് നീക്കിയെന്ന് ഇസ്രേലി ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നു. മൊസാദിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ഉന്നത ഉദ്യോഗസ്ഥരെ പുറത്താക്കുക എന്നത്. അതും ഇറാൻ കാരണം നടന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇറാന് മേൽക്കൈ നൽകുന്ന വാർത്തകളാണ് പുതിയതായി പുറത്തേക്ക് വരുന്നത്. ഈ സാഹചര്യങ്ങളെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ വാർത്തകളുടെ ഉള്ളറിയാൻ. ആദ്യം മൊസാദിൻ്റെ കാര്യം നോക്കാം. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കം പൊളിഞ്ഞതിനെ തുടർന്നാണ് മൊസാദിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തലവൻ, ഇറാന്റെ ചുമതലയുള്ള അല്ലെങ്കിൽ ഇറാന്റെ ഡെസ്കിന്റെ ചുമതലയുള്ള മേധാവി എന്നിവരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇവർ ചുമതലയേറ്റത് എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. മൊസാദ് വളരെ കാലം എടുത്ത് ആലോചിച്ചുണ്ടാക്കിയ പദ്ധതിയാണ് പൂർണ്ണമായും ഇറാൻ പൊളിച്ചു കളഞ്ഞത്. അതിനാണ് കുറച്ച് മാസം മുമ്പ് കയറിയ ഉദ്യോഗസ്ഥരെ പുറത്താക്കി തടിയൂരുന്നത്. മൊസാദിൻ്റെ ഇറാൻ അട്ടിമറി പദ്ധതി എങ്ങനെയായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറയാം, അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വ്യോമാക്രമണം നടക്കുമ്പോൾ അതിൻ്റെ മറവിൽ ഇറാനിലെ പ്രതിപക്ഷ ഗ്രൂപ്പുകളെ പിന്തുണച്ച് ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുക എന്നതായിരുന്നു മൊസാദിൻ്റെ പദ്ധതിയുടെ കാതൽ. ഈ സമയം അമേരിക്കൻ വ്യോമസേനയുടെ സഹായത്തോടെ ഇറാഖ് അതിർത്തിയിലുള്ള കുർദിഷ് സേനയെ ഇറാനിലേക്ക് കടത്തിവിടുക. തുടർന്ന് ഇറാൻ മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദിനെ ഉൾപ്പെടെ മുൻനിർത്തി പുതിയ ഭരണകൂടം സ്ഥാപിക്കുക. ഇതായിരുന്നു ആ വിശദമായ പദ്ധതി. എന്നാൽ ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് മണത്തെറിഞ്ഞ് പരാജയപ്പെടുത്തുകയായിരുന്നു. ഈ പരാജയത്തെ തുടർന്നാണ് 2 ഉദ്യോഗസ്ഥരെ മൊസാദ് പുറത്താക്കിയത്. ഇറാനിലെ അട്ടിമറി നീക്കങ്ങൾ പാളിയത് ആഗോളതലത്തിൽ തന്നെ മൊസാദിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയും പരാജയപ്പെടുത്താൻ കഴിയാത്തതുമായ രഹസ്യാന്വേഷണ ഏജൻസി എന്ന കുപ്രസിദ്ധിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഖ്യാതിയാണ് മൊസാദിനുണ്ടായിരുന്നത്. ആ ഖ്യാതിക്ക് അല്ലെങ്കിൽ കുപ്രസിദ്ധിക്കാണ് മങ്ങലേറ്റിരിക്കുന്നത്. അത് മറികടക്കാനാണ് ഉദ്യോഗസ്ഥരെ പുറത്താക്കിയുള്ള നടപടി എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ തിരിച്ചടി മൊസാദ് വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അമേരിക്കൻ ഇസ്രയേലി അനുകൂല വിശകലന വിദഗ്ധർ തന്നെ പറയുന്നത്. ഇറാനെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് വിചാരിച്ചതും ഇറാന്റെ ശക്തിയെ വില കുറച്ച് കണ്ടതുമാണ് മൊസാദിന് തിരിച്ചടിയായത് എന്നാണ് ഈ വിശകലന വിദഗ്ധർ പറയുന്നത്. ഇറാനിലെ ഭരണകൂടത്തെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ താഴെ ഇറക്കാൻ കഴിയുമെന്നായിരുന്നു മൊസാദ് മുൻ തലവൻ ഡേവിഡ് ബാർണിയ നെതന്യാഹുവിനും ട്രംപിനും നൽകിയ ഉറപ്പ്. എന്നാൽ ഈ കണക്കുകൂട്ടലുകൾ തീർത്തും അമിത ആത്മവിശ്വാസമായിരുന്നു എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് വിലയിരുത്തിയത്. അതീവ രഹസ്യമായ പദ്ധതിയുടെ വിവരങ്ങൾ ഇറാൻ ചോർത്തിയെടുത്തത് മൊസാദിന് കനത്ത തിരിച്ചടിയായി മാറി. ഈ വിവരങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് ഇറാൻ ഈ മൊസാദ് മുൻനിർത്തി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി മുൻനിർത്തി അഹമ്മദി നജാദിനെ പിടിച്ച് വീട്ടുതടങ്കലിലാക്കിയത്. നജാദിനെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ ഇസ്രയേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന് തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ നജാദ് തന്നെ മൊസാദിൻ്റെ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയി. മാത്രമല്ല, ഇറാനിൽ പ്രവർത്തിച്ചിരുന്ന വലിയൊരു ചാരശൃംഖലയെ ഈ സമയത്ത് തന്നെ സുരക്ഷാ ഏജൻസികൾ തകർക്കുകയും ചെയ്തു. മൊസാദിൻ്റെ അട്ടിമറി നീക്കത്തെ തുർക്കി ശക്തമായി എതിർത്തതും ഇസ്രയേലിന് വിനയായി മാറി. തുർക്കിയുടെ നിലപാട് കാരണം ഇറാനെ പേടിച്ച് ഇറാഖ് അതിർത്തിയിലുള്ള കുർദിഷ് ഗ്രൂപ്പുകൾ, അതായത് തുർക്കിയുമായി അനുകൂലിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ തുർക്കിയുടെ ഒരു ഫണ്ടിങ്ങിൽ നിൽക്കുന്ന ഗ്രൂപ്പുകളാണ് ഈ കുർദിഷ് ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകൾ മൊസാദിൻ്റെ ഓപ്പറേഷനിൽ നിന്ന് ഇറാൻ പേടി കാരണം പിന്മാറി. ഇങ്ങനെ അവർക്ക് പേടി വരാൻ കാരണം ഇറാൻ കുർദിഷ് മേഖലയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതാണ്. ഇതോടെയാണ് അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും പണം വരെ കൈപ്പറ്റിയിരുന്ന കുർദിഷ് ഗ്രൂപ്പ് നേതാക്കൾ പൂർണ്ണമായും ഈ ഇറാൻ ഓപ്പറേഷൻ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയത്.
ഇങ്ങനെ ഇറാനെ വില കുറച്ച് കണ്ടത് കാരണമാണ് മൊസാദിൻ്റെ പദ്ധതി പാളിയത് എന്നാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിശകലന വിദഗ്ധർ പറയുന്നത്. പക്ഷേ 2 ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് ഉയരുന്ന വിമർശനം. സത്യത്തിൽ ഒക്ടോബർ 7 ഹമാസ് ആക്രമണം മുൻകൂട്ടി അറിയാൻ കഴിയാത്തത്, അതിനെ തുടർന്നുണ്ടായ നാണക്കേട്, അതിന് പിന്നാലെ ഇറാനിലെ ഭരണമാറ്റ പദ്ധതിയും പാളിയത് മൊസാദിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യ അന്വേഷണ പരാജയങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ട്രംപിൻ്റെ കാര്യത്തിലേക്ക് പോയാൽ, ട്രംപ് ആകെ കലിപ്പിലാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ ആക്രമിക്കാൻ ആയുധമില്ല, അതുമാത്രമല്ല ആയുധം ഇല്ലാത്ത കാര്യം ലോകത്തിലെ വലിയ പോലീസ് കളിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ കയ്യിൽ ആയുധമില്ല എന്നുള്ള കാര്യം ലോകം അറിയുകയും ചെയ്തു. അതാകെ നാണക്കേടായി. ഈ കലിപ്പിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായി ട്രംപ് മന്ത്രിസഭാ യോഗത്തിനിടെ ഉടക്കിയെന്നാണ് ദി വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഡേവിഡിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിനിടെയാണ് ഈ സംഭവം നടന്നത് എന്നാണ് സോഴ്സുകളെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആയുധക്ഷാമം ഒക്കെ പരിഹരിച്ചു എന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്, എന്തുകൊണ്ട് ശരിയായ വിവരങ്ങൾ എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് ട്രംപ് ഹെക്സത്തിനോട് കയർത്തു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഹെക്സത്ത് സ്വയം ന്യായീകരിക്കുകയായിരുന്നു. ട്രംപിനെ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാത്തതിന് തൻ്റെ ഡെപ്യൂട്ടി ആയിട്ടുള്ള സ്റ്റീഫൻ ഫെയിൻബർഗിനെ ഹെക്സത്ത് കുറ്റപ്പെടുത്തി എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഹെക്സത്ത് സ്വയം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് സ്വന്തം ഡെപ്യൂട്ടിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു കൈയൊഴിയുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വിലയിരുത്താം. എന്നാൽ ഈ വാക്ക് തർക്കത്തിൻ്റെ കാര്യം വൈറ്റ് ഹൗസ് നിഷേധിക്കുകയാണ്. ഈ വാർത്ത തികച്ചും വ്യാജമാണ് എന്നാണ് വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി കരോലിന ലിവിറ്റ് പറയുന്നത്. ഹെക്സത്തിൻ്റെ ആസ്ഥാനമായ പെൻറ്റഗണും ഈ വാർത്ത നിഷേധിക്കുന്നുണ്ട്. അതേസമയം തന്നെ അമേരിക്കയെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ചോരുന്നതിലും ട്രംപ് അസ്വസ്ഥനാണ്. ഇക്കാര്യം ട്രംപ് തന്നെ ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും ചെയ്തു. ദേശദ്രോഹപരമായ വിവരങ്ങൾ ചോർത്തുന്നവരെ കണ്ടെത്തണമെന്നും അവർക്ക് ദീർഘകാല തടവ് ശിക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നുമാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇറാനെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ ശക്തമായ സൈനിക മുന്നറിയിപ്പുകൾ നൽകുന്ന നിർണായക സമയത്ത് ഇങ്ങനെ നിർണായക വിവരങ്ങൾ ചോരുന്നത് ട്രംപിനും കൂട്ടർക്കും കനത്ത തിരിച്ചടിയായി മാറിയ സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പ് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം. അമേരിക്കയുടെ പരിമിതികൾ പുറത്തു വന്നത് തൻ്റെ തന്ത്രങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭയം. ആയുധക്ഷാമത്തെക്കുറിച്ചുള്ള വാർത്തകൾ അമേരിക്കയെ ദുർബലമാണ് അല്ലെങ്കിൽ അമേരിക്ക ദുർബലമാണെന്നുള്ള ചിത്രം ശത്രുക്കൾക്ക് നൽകുമെന്നും ഇത് ഇറാനെ കൂടുതൽ ശക്തരാക്കുമെന്നും ട്രംപ് കരുതുന്നു. തനിക്കെതിരെ പ്രവർത്തിക്കുന്ന യുദ്ധവിരുദ്ധ നിലപാടുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരം വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് എന്നാണ് ട്രംപും വൈറ്റ് ഹൗസും സംശയിക്കുന്നത്. അതായത് സംശയം ചെന്ന് നിൽക്കുന്നത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസിൻ്റെ അടുത്തേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അമേരിക്ക ഫസ്റ്റ് നയത്തെ അനുകൂലിക്കുന്ന യുദ്ധവിരുദ്ധരായ ഉദ്യോഗസ്ഥരുടെ നേർക്കാണ് ട്രംപ് ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത് എന്നതുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയുടെ ആയുധശേഖരം തീരുന്നതിൽ ഗൾഫ് രാജ്യങ്ങളും കടുത്ത ആശങ്കയിലാണ്. ഇറാൻ വീണ്ടും ആക്രമിച്ചാൽ അത് തടയാൻ ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾക്ക് ലഭിക്കില്ലേ, അമേരിക്കയുടെ കയ്യിൽ നിന്ന് ലഭിക്കില്ലേ എന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഭയപ്പാട്. ഇനിയും അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ മേഖലയിലെ ഊർജ നിലയങ്ങളും ശുദ്ധജല വിതരണ കേന്ദ്രങ്ങളും തകർക്കുമെന്നാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പെന്ന് റോയിറ്റേഴ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഹോർമൂസുമായി ബന്ധപ്പെട്ട ഇറാൻ ഒമാൻ ചർച്ച അവസാന ഘട്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വാണിജ്യ കപ്പൽ പാതയുടെ ഭൂമിശാസ്ത്രപരമായ അതിരുകളെയും കോർഡിനേറ്റുകളെയും, അതായത് എവിടെയൊക്കെ വെച്ച് കോർഡിനേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചും ഇറാനും ഒമാനും തമ്മിൽ ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. അമേരിക്ക തടസ്സം നിൽക്കാതിരുന്നാൽ ഉടൻ തന്നെ സംയുക്ത പ്രസ്താവന ഉണ്ടാകുമെന്നാണ് ഇറാൻ്റെ വക്താക്കൾ പറയുന്നത്. താൽക്കാലിക കരാർ പ്രകാരം പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളുടെ പൂർണ്ണ മേൽനോട്ടം ഇറാനായിരിക്കും. നേരത്തെ തന്നെ അത് സംബന്ധിച്ച വിവരം പുറത്തു വന്നതാണ്. ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകളുടെ മേൽനോട്ടം ഒമാനും നിർവഹിക്കും. പക്ഷേ സംയുക്തമായ ഒരു നിരീക്ഷണം അത് ഇറാൻ്റെ ചുമതലയിലായിരിക്കും. കപ്പലുകൾക്ക് അനുമതി നൽകാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു സംയുക്ത ഏകോപന കേന്ദ്രം സ്ഥാപിക്കും. ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാരണ. എന്നാൽ അമേരിക്ക പാലം വലിക്കുമോ എന്നതാണ് ഇപ്പോഴും ഉയരുന്ന ആശങ്ക. ട്രംപ് എല്ലാം സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ വാർത്തയിൽ ഉള്ളത് എങ്കിലും ട്രംപ് നേരിട്ട് അക്കാര്യം പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തില്ല എങ്കിൽ ഹോർമൂസ് വീണ്ടും അടഞ്ഞു തന്നെ കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഇറാൻ അത് തുറക്കാൻ സമ്മതിക്കില്ല. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പൂർണ്ണമായും പിൻവലിച്ചാൽ മാത്രമേ കപ്പലുകൾ കടത്തിവിടൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കൈകളിൽ എത്തുന്ന ഒരു കരാറും അംഗീകരിക്കില്ല എന്നാണ് ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിൽ
ഇപ്പോഴും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതേസമയം ഇറാന് തൽക്കാലത്തേക്ക് നിയന്ത്രണം വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ട്രംപ് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോയിറ്റേഴ്സിനെ പോലുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ ഹൂതികൾ സൗദിയിലേക്കും സൗദി അനുകൂല യമനിലേക്കും നടത്തുന്ന ആക്രമണങ്ങൾ ഹോർമൂസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു ആശങ്കയായി മാറുന്നുണ്ട്. ഹൂതി ആക്രമണങ്ങൾ ഇറാൻ്റെ സമ്മർദ്ദ തന്ത്രമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഹോർമൂസ് ചർച്ചയിൽ അമേരിക്ക തങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കാൻ ഹൂതികളെ ഉപയോഗിച്ച് ഇറാൻ സൗദിയെ വിരട്ടുകയാണ് എന്നാണ് അമേരിക്കൻ അനുകൂല നയതന്ത്രജ്ഞർ പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് അതിൽ ഒരു പങ്കും, ഈ ഹൂതികളുടെ ആക്രമണത്തിൽ ഒരു പങ്കുമില്ല എന്നാണ് ഇറാൻ നിലപാട് പറയുന്നത്. എന്തായാലും ഇറാൻ്റെ തന്ത്രങ്ങളിലും സമ്മർദ്ദ നീക്കങ്ങളിലും ആകെ പെട്ടിരിക്കുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. സൗദിയെ ആകെ കുരുക്കിയിരിക്കുകയാണ് ഇറാൻ. ഹോർമൂസിലെ ആധിപത്യം ഗൾഫ് രാജ്യങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കുക എന്നതാണ് ഇറാൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇതാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട സാഹചര്യം. അതിനെക്കുറിച്ച് ആണ് ഈ മൊത്തം സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക ഇറാൻ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു കാര്യങ്ങളുമായിട്ട് എന്ന് തന്നെയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് മില്യാസ്, സൈനിങ് ഓഫ്.